ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു സിമ്പിൾ റെസിപ്പിയാണ്, മീൻ വറുത്തത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ദശക്കട്ടിയുള്ള ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. അതല്ലാണ്ട് സാധാ ചെറിയ മീനാണെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് വലിയ മീനാണെങ്കിൽ നന്നായിട്ട് വേകാൻ വേണ്ടിയിട്ട് സ്ലൈസായിട്ട് വളരെ കനം കുറച്ചിട്ട് നമുക്ക് മുറിച്ച് വയ്ക്കണം. അപ്പോൾ ഇനി ബാക്കിയുള്ള ഇതിൻ്റെ മസാലയ്ക്ക് വേണ്ടുന്നതാണ് കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പില, വെളുത്തുള്ളി, ഒരു പച്ചമുളക്, കുറച്ച് ഇഞ്ചി, കുറച്ച് ചുവന്നുള്ളി. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. അപ്പം കുറച്ചുകൂടെ എരിവ് വേണം എന്നുള്ളവർക്കാണെങ്കിൽ അങ്ങനെ ചേർക്കാം. ഞാനിതിൽ കുരുമുളകും പച്ചമുളകും ചേർക്കുന്നതുകൊണ്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ മസാലക്കൂട്ട് നന്നായിട്ടൊന്ന് അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് ഫൈൻ പേസ്റ്റ് അല്ല, കുറച്ച് തരിതരിപ്പായിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇങ്ങനെ തന്നെ മീനിൽ പിടിപ്പിച്ചിട്ട് നമുക്ക് വറുത്തെടുക്കുമ്പോൾ ഈ മസാല കഴിക്കാൻ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും തരിതരിപ്പായിട്ടാണ് അരഞ്ഞ് കിട്ടിയത്. അപ്പോൾ ഇനി ഇത് നമുക്ക് മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീര്, വളരെ കുറച്ച് മതി, പുളി വളരെ കുറച്ച് മതി, അതുകൂടെ ചേർത്തിട്ട് നമുക്ക് മീനിന് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 15 മിനിറ്റ് നേരം നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കാം. അത് കഴിഞ്ഞിട്ട് വറുത്തെടുക്കാം. ഇനി നമുക്ക് ഈ മീനൊന്നും വറുത്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ആവശ്യമുള്ള വെളിച്ചെണ്ണ ചേർക്കുക. ഇതിലേക്ക് ഇത്തിരി കൂടുതൽ വെളിച്ചെണ്ണ ചേർക്കുന്നതായിരിക്കും നല്ലത്. കാര്യം വലിയ മീനൊക്കെ ആവുമ്പോൾ ചിലപ്പോൾ ഒന്ന് അടിയിൽ പിടിക്കുകയോ എന്തെങ്കിലും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എണ്ണ ഇത്തിരി അധികം കിടന്നിരുന്നാലും കുഴപ്പമില്ല. ബാലൻസ് വരുന്ന മീൻ റോസ്റ്റ് ചെയ്ത എണ്ണ നമുക്ക് പിന്നെ മീൻ കറികളിലൊക്കെ ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ മീൻ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത സൈഡും കൂടെ നന്നായിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഈ മീൻ കരിഞ്ഞൊന്നും പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ഇടാൻ. അങ്ങനെ ഇത് ഒരുപാട് ക്രിസ്പ് ആവാൻ പാടില്ല, ഹാർഡ് ആവാൻ പാടില്ല, അതിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ മീനെല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് വളരെ സോഫ്റ്റാണ്, എന്നാൽ 2 സൈഡും നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. അപ്പോൾ ഇങ്ങനെ വേണം മീൻ ഇതുപോലുള്ള നല്ല കട്ടിയുള്ള മീൻ വറുത്തെടുക്കാൻ. ഒരുപാട് ക്രിസ്പ് ആയിപ്പോയാൽ ഹാർഡായി പോയാൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇനി നമുക്ക് ഇത് ഒന്ന് പ്ലേറ്റ് ചെയ്യാം. പിന്നെ വേറൊരു ടിപ്പെന്ന് പറഞ്ഞാൽ മീൻ വറുക്കുന്ന ഏത് മീൻ വറുത്താലും അതിൻ്റെ അരപ്പിൻ്റെ കൂടെ നമുക്ക് ഒരു 2 ചുവന്നുള്ളി ഒന്ന് അരച്ച് ചേർത്താൽ മീൻ വറുക്കുന്ന സമയത്ത് നല്ല മണവും നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെ സപ്പോർട്ട് ചെയ്യുക. അതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ എനേബിൾ ആവുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത തവണ കാണുമ്പോഴേക്കും ടാറ്റാ.